ഇന്ത്യയിലെ ഇന്ധന മേഖലയിൽ വിപ്ലവാത്മകവും അതേസമയം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിട്ടുള്ളതുമായ നയരൂപീകരണമാണ് E20 പെട്രോൾ സാർവത്രികമായി നടപ്പിലാക്കുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. 20% എത്തനോളും 80% പരമ്പരാഗത പെട്രോളും ചേർത്തുള്ള ഈ സമ്മിശ്ര ഇന്ധനം രാജ്യത്തുടനീളമുള്ള പെട്രോൾ പമ്പുകളിൽ പ്രാഥമിക വിതരണ ഇന്ധനമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, ഹരിതഗ്രഹ വാതക പുറന്തള്ളൽ നിയന്ത്രിക്കുക, കാർഷിക മേഖലയ്ക്ക് സാമ്പത്തിക ഉത്തേജനം നൽകുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്നിരുന്നാലും സാങ്കേതികവും പ്രായോഗികവുമായ അനേകം വെല്ലുവിളികൾ ഇതിനോടൊപ്പം ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ വാഹനങ്ങളുടെ എഞ്ചിൻ അനുയോജിത, മൈലേജിലെ കുറവ്, ഉപഭോക്താക്കൾക്ക് ബദൽ ഇന്ധനങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നോക്കാം E20 പെട്രോൾ ലക്ഷ്യങ്ങളും വെല്ലുവിളികളും. കരിമ്പ്, ചോളം, മറ്റു ഭക്ഷ്യധാന്യങ്ങൾ എന്നിവയിൽ നിന്ന് സംസ്കരിച്ചെടുക്കുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സായ എത്തനോൾ 20% അനുപാതത്തിൽ പെട്രോളുമായി കലർത്തുന്നതാണ് E20 ഇന്ധനം. ഇതിൽ ഒക്ടേൻ റേറ്റിംഗ് കുറഞ്ഞത് 95% നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എഞ്ചിന്റെ പ്രവർത്തനം സുഗമമാക്കുവാൻ സഹായിക്കുന്ന ഘടകമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ നയത്തിനു പിന്നിൽ പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത് അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കൽ. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 85%-ലധികം ഇറക്കുമതി ചെയ്യുകയാണ്. എത്തനോൾ കൂട്ടിക്കലർത്തുന്നതിലൂടെ കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നാണ്യം ലാഭിക്കുവാൻ സാധിക്കും. രണ്ടാമത്തേത് കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയാണ്. എത്തനോൾ ഉൽപാദനം കരിമ്പ്, ചോളം കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുകയും കാർഷിക മേഖലയ്ക്ക് പുതിയ വിപണി തുറന്നു നൽകുകയും ചെയ്യും. മൂന്നാമത്തേത് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കലാണ്. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളെ അപേക്ഷിച്ച് എത്തനോൾ കുറഞ്ഞ അളവിൽ മാത്രമേ ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളുകയുള്ളൂ. E20 നയം ഭാരതീയ സാമ്പത്തിക വ്യവസ്ഥയിൽ അനുകൂലമായ പല മാറ്റങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. വിദേശ എണ്ണ കമ്പനികൾക്ക് നൽകുന്ന തുകയുടെ ഒരു വലിയ പങ്ക് തദ്ദേശീയരായ കർഷകരിലേക്കും എത്തനോൾ നിർമ്മാണ യൂണിറ്റുകളിലേക്കും എത്താൻ ഇത് കാരണമാകുന്നു. കരിമ്പ് കർഷകർക്ക് മില്ലുകളിൽ നിന്ന് സമയബന്ധിതമായി പണം ലഭിക്കുന്നതിനും ചോളം കൃഷി ചെയ്യുന്നവർക്ക് ഉൽപ്പന്നങ്ങൾക്ക് മികച്ച തറവില ഉറപ്പാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. കൂടാതെ ഗ്രാമീണ മേഖലകളിൽ പുതിയ എത്തനോൾ സംസ്കരണ പ്ലാന്റുകൾ ഉയർന്നു വരുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും തദ്ദേശീയ വ്യവസായങ്ങൾക്ക് കരുത്തേകുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ എണ്ണവിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയിലെ പെട്രോൾ വിലയെ പെട്ടെന്ന് ബാധിക്കുന്നത് തടയുവാനുള്ള ഒരു പ്രതിരോധ മറയായും ഇതിനെ കാണാം. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുള്ള പോരാട്ടത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒന്നാണ് ഈ ഇന്ധന പരിഷ്കാരം. ശുദ്ധമായ ഇന്ധനം എന്ന നിലയിൽ എത്തനോളിന്റെ ജ്വലനം കുറഞ്ഞ അളവിലാണ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രോ കാർബണുകളും അന്തരീക്ഷത്തിലേക്ക് വിടുന്നത്. പെട്രോളിന് പകരം ജൈവ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ മൊത്തത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് അളവിൽ ഗണ്യമായ കുറവുണ്ടാകുന്നുണ്ട്. നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് പ്രധാന കാരണമായ വാഹന പുകയിലെ ഹാനികരമായ പദാർത്ഥങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു. എന്നാൽ സാധാരണക്കാർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ അതൊന്നുമല്ല. എത്രത്തോളം സാമ്പത്തിക പരിസ്ഥിതി നേട്ടങ്ങൾ അവകാശപ്പെട്ടാലും സാധാരണക്കാരായ വാഹന ഉടമകളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആശങ്കകളാണ് ഉയരുന്നത്. ഇവ പ്രധാനമായും സാങ്കേതികപരമായ കാരണങ്ങളാണ്. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് പഴയ വാഹനങ്ങളിലെ പ്രശ്നങ്ങളാണ്. ഭാരത് സ്റ്റേജ് 6 രണ്ടാം ഘട്ട മാനദണ്ഡങ്ങൾ അനുസരിച്ച് 2023 ശേഷം നിർമ്മിച്ച വാഹനങ്ങൾ E20 ഇന്ധനത്തിന് അനുയോജ്യമായ മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ 2020 മുമ്പ് നിർമ്മിച്ച ലക്ഷക്കണക്കിന് പഴയ വാഹനങ്ങൾക്ക് ഈ ഇന്ധനം ഭീഷണിയാണ്. എത്തനോളിന് ലോഹങ്ങളെ തുരുമ്പെടുപ്പിക്കുവാനുള്ള ശേഷിയുണ്ട്. അതോടൊപ്പം എത്തനോൾ അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ എളുപ്പത്തിൽ വലിച്ചെടുക്കും. ഇത് ഫ്യുവൽ ടാങ്കിലും എഞ്ചിനിലും വെള്ളം കലരുന്നതിനും കാരണമാകും. ഇത് പഴയ വാഹനങ്ങളിലെ റബ്ബർ ഫ്യുവൽ പൈപ്പുകൾ, പ്ലാസ്റ്റിക് സീലുകൾ എന്നിവ എത്തനോളിന്റെ സാന്നിധ്യത്തിൽ വേഗത്തിൽ ജീർണിക്കുകയും ഇന്ധന ചോർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്യും. പെട്രോളിനെ അപേക്ഷിച്ച് എത്തനോളിന്റെ ഊർജ്ജ സാന്ദ്രത ഏകദേശം 33% കുറവാണ്. അതുകൊണ്ട് തന്നെ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങളുടെ മൈലേജിൽ 3% മുതൽ 8% വരെ കുറവ് അനുഭവപ്പെടുമെന്ന് വിവിധ പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതായത് 1 ലിറ്റർ E20 പെട്രോളിൽ വാഹനം ഓടുമ്പോൾ ലഭിക്കുന്ന ദൂരം ശുദ്ധമായ പെട്രോളിനേക്കാൾ കുറവായിരിക്കും. E20 ഇന്ധന വിതരണത്തിൽ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട ചില നിലപാടുകൾ ഉപഭോക്താക്കൾക്കിടയിൽ അതൃപ്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി പോലെ E20 ജനതാ പാർട്ടിയും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നുണ്ട്. രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ E20 ഒഴികെ മറ്റ് ഇന്ധനങ്ങൾ വേറെ ലഭ്യമാകുന്നത് പ്രായോഗികമല്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്.
ഇതോടെ പഴയ വാഹന ഉടമകൾക്ക് തങ്ങളുടെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ ഇന്ധനം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. എത്തനോളിന്റെ ഉൽപാദന ചെലവ് പെട്രോളിനേക്കാൾ കുറവാണ്. എന്നിട്ടും E20 പെട്രോളിന് സാധാരണ പെട്രോളിന്റെ അതേ വില തന്നെയാണ് ഈടാക്കുന്നത്. മൈലേജ് കുറയുന്നത് മൂലം ഉപഭോക്താവിന് കിലോമീറ്ററിനാകുന്ന യാത്രാ ചെലവ് കൂടുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ E20 ഒഴികെ മറ്റിന്ധനങ്ങൾ വേറെയായി ലഭ്യമാകുന്നത് പ്രായോഗികമല്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇതോടെ പഴയ വാഹന ഉടമകൾക്ക് തങ്ങളുടെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ ഇന്ധനം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. എത്തനോളിന്റെ ഉൽപാദന ചെലവ് പെട്രോളിനേക്കാൾ കുറവാണ്. എന്നിട്ടും E20 പെട്രോളിന് സാധാരണ പെട്രോളിന്റെ അതേ വില തന്നെയാണ് ഈടാക്കുന്നത്. മൈലേജ് കുറയുന്നത് മൂലം ഉപഭോക്താവിന് കിലോമീറ്ററിനാകുന്ന യാത്രാ ചെലവ് കൂടുകയും ചെയ്യുന്നു. സാങ്കേതികമായി വിലക്കുറവ് ലഭിക്കേണ്ട സ്ഥാനത്ത് ഉപഭോക്താവ് കൂടുതൽ സാമ്പത്തിക ഭാരം ചുമക്കേണ്ടി വരുന്നു എന്നതും സർക്കാർ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. രാജ്യത്ത് നിലവിലുള്ള E20 അനുയോജ്യമായ വാഹനങ്ങളുടെ വ്യക്തമായ കണക്കെടുപ്പോ സർവേയോ നടത്തുന്നതിന് മുമ്പാണ് ഈ നയം നടപ്പിലാക്കിയതെന്നതാണ് പ്രധാന വിമർശനമായി ഉയരുന്നത്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. വാഹന ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ വലിയ ആശങ്കകളും പ്രതിഷേധവും ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ ഇന്നലെ പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച് ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ നിതിൻ ഗഡ്കരിയുടെ മറുപടി ഒരേ സമയം ഗവൺമെൻറ്റിൻ്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നതും ജനങ്ങളോടുള്ള നിഷേധാത്മക സമീപനം വ്യക്തമാക്കുന്നതുമാണ്. അതിൽ ഗവൺമെൻറ് സമ്മതിക്കേണ്ടി വരുന്നൊരു കാര്യം, BS3 വാഹനങ്ങളിൽ ഇത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഭംഗ്യന്തരേണെ അവർക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വളരെ ഗൗരവ സ്വഭാവമുള്ളൊരു കാര്യം, പരാതി ഉന്നയിക്കുന്ന ജനങ്ങളെയാകെ, വാഹന ഉടമകളെയാകെ, ഉപഭോക്താക്കളെയാകെ വല്ലാതെ അവഹേളിക്കുന്ന വിധമാണ് സർക്കാർ അവരുടെ നിലപാടും മറുപടിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇപ്പോൾ ഈ വാഹന ഉപഭോക്താക്കൾ പറഞ്ഞ കാര്യങ്ങൾ, വാഹനത്തിൻ്റെ മൈലേജ് കുറയുന്നു, വാഹനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ വരുന്നു, സർവീസ് കൂടുതൽ വേണ്ടി വരുന്നു, എഞ്ചിനെ സംബന്ധിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ വരുന്നു, അതിൻ്റെ എഫിഷ്യൻസിയെ സംബന്ധിച്ച്, അതെല്ലാം ആളുകളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന അത്തരം എല്ലാ കാര്യങ്ങളും ശുദ്ധ കളവാണ് എന്ന് പറഞ്ഞ് അനുഭവസ്ഥരെ തള്ളിപ്പറയുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അത് അങ്ങേയറ്റം അപലപനീയമാണ് സർക്കാരിൻ്റെ ആ നിലപാട്. അതിന് സർക്കാർ പറഞ്ഞിരിക്കുന്നത് E20 പെട്രോൾ ഏതെങ്കിലും തരത്തിൽ മൈലേജിനെ ബാധിക്കുന്നില്ല എന്നാണ്. അത് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രൈവിംഗ് ഹാബിറ്റുകളാണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ഹാബിറ്റുകളും വാഹനത്തെ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ കുഴപ്പമൊക്കെ കൊണ്ടാണ് മൈലേജിന് കേടുവരുന്നെങ്കിൽ വരുന്നത്, അല്ലാതെ E20 കൊണ്ട് മൈലേജിനെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് മറുപടിയായി അച്ചടിച്ച് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും കോംപ്രഹെൻസീവായൊരു സ്റ്റഡി ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം. നമുക്കറിയാം 2013 മുതലാണ് E20യുടെ ഈ എത്തനോൾ വെർഷൻ ആദ്യമായി ആരംഭിക്കാൻ തുടങ്ങുന്നത്. അതിപ്പോൾ E20 വരെ 20% വരെ എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഈ ഒരു കോംപ്രഹെൻസീവായൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ എന്നതായിരുന്നു എൻ്റെ പ്രസക്തമായൊരു ചോദ്യം. അതിൽ ചില ഏജൻസികളെ ഉപയോഗിച്ച് സ്റ്റഡി നടത്തിയതായി ഇവർ പറയുന്നുണ്ട്. ആ സ്റ്റഡിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മറുപടി നൽകിയിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, ഇവരൊക്കെ പറയുന്നത് കള്ളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്റ്റഡി നടത്തിയൊരു സ്ഥാപനം ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ARAI എന്ന് പറയുന്ന സ്ഥാപനമാണ്. ആ ARAIയുടെ ഡയറക്ടർ ജൂലൈ മാസം 14 ഒരു ദേശീയ മാധ്യമ ഏജൻസിക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ പ്രതികരണത്തിൽ പറയുന്ന കാര്യം, E20 results reduction in fuel economy, mileage can drop by 2.6% എന്നാണ്. കേന്ദ്ര സർക്കാർ പ്രതിപാദിക്കുന്ന, പഠിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ മറുപടിയിൽ തന്നെ ഉദ്ധരിച്ചിരിക്കുന്ന ARAI അതിൻ്റെ CEO, ഡയറക്ടർ ദേശീയ ഏജൻസിയായ ANAയ്ക്ക് കൊടുത്ത ബൈറ്റിൽ പ്രതികരണത്തിൽ വളരെ കൃത്യമായി
മൈലേജ് ഡ്രോപ്പ് E20 കാരണം ഉണ്ടാകുമെന്നും അത് 2.6% ആയിരിക്കാമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ പാർലമെൻറ്റിൽ എനിക്ക് നൽകിയ മറുപടി പുറത്ത് ARI ഡയറക്ടർ പറഞ്ഞ മറുപടിയിൽ നിന്ന് ഘടകവിരുദ്ധമാണ്. ആ ഘടകവിരുദ്ധമായ മറുപടി നൽകിയതിനെതിരെ ഞാൻ ഇത് പ്രതിപാദിച്ച് രാജ്യസഭാ ചെയർമാന് നോട്ടീസ് നൽകും. മറുപടി തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ്. അത് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനാണ് ശ്രമിക്കുന്നത്. E20 പെട്രോളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളുണ്ട്. 3 കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സർക്കാരിനോട്. ഒന്ന്, അനുഭവസ്ഥരെ ഇതിൻ്റെ ഇരകളെ കേൾക്കാൻ സർക്കാർ തയ്യാറാകണം. നമ്പർ 1. നമ്പർ 2, അവരെപ്പോഴും പറയുന്നത് ഇത് ബ്രസീലിലും US-ലും ഉണ്ടെന്നാണ്. ബ്രസീലും US-ലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. അത് പലതരത്തിലുണ്ട്. E10 ഉണ്ട്, 15 ഉണ്ട്, പലതരത്തിലുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ മറ്റൊരു ഓപ്ഷനും നൽകാതെ E20 അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് ഓപ്ഷൻ അവൈലബിൾ ആക്കാൻ വേണ്ടി എന്തൊരു സർക്കാർ മടിക്കുന്നു എന്ന് വ്യക്തമാക്കണം, ഓപ്ഷൻ നൽകണം. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് സംബന്ധിച്ച് ഉയർന്നു വരുന്നത്, നിതിൻ ഗഡ്കരിയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ഗവൺമെൻറ് ശരിയാം വിധം ജനങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറാകണം. അത് സംബന്ധിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകണം. ഇത്തരം നിഷേധാത്മകമായ സമീപനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ബ്രസീലിലും US-ലും മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. ഈ എത്തനോൾ ബ്ലെൻഡഡ് ഇന്ധനം ഉപയോഗിക്കാൻ പാകത്തിലാണ് അവിടുത്തെ വാഹനങ്ങളുടെ നിർമ്മാണം എന്നുകൂടി കാണണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അതിന് ഒട്ടും പാകമല്ലാത്ത എഞ്ചിനിൽ E20 പെട്രോൾ നിർബന്ധപൂർവം ഒറ്റ ഓപ്ഷനായി കൊടുക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അത് അങ്ങനെ ഏകപക്ഷീയമായി അത് കൊടുക്കുന്നതും ഏകപക്ഷീയമായി ഇത്തരം ആരോപണങ്ങളെ തള്ളിപ്പറയുന്നതും അതിശക്തമായ പ്രതിഷേധത്തിന് ഭാഗമായി വരേണ്ട കാര്യമാണ്. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്കുണ്ടാകുന്ന കേടുപാട് അത് സാരമുള്ളതല്ല, വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ സാധാരണ സർവീസിൽ തന്നെ പരിഹരിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അതെ, ഞാൻ അതാ പറഞ്ഞത്. ഈ മറുപടിയിൽ പറയുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതിന് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ ബുഷെല്ലാം തന്നെ പോവും. വളരെ ബാലിശമായ മറുപടിയാണ്. അങ്ങനെ ഏതെങ്കിലും സർവീസിൽ പരിഹരിക്കാവുന്ന ലളിതമായ കാര്യങ്ങളായിരുന്നുവെങ്കിൽ ജനം ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നോ? അവരിങ്ങനെ വല്ലാത്ത അവരുടെ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുമായിരുന്നോ? അപ്പോൾ ജനങ്ങൾ അനുഭവസ്ഥർ ഈ പറയുന്ന മറുപടിയും ഈ സ്റ്റഡിയും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്റ്റഡി റിപ്പോർട്ടുകൾ പുറത്തുവിടണം. എന്തിനാണ് ഈ സ്റ്റഡി റിപ്പോർട്ടുകൾ പുറത്തുവിടാത്തത്? അപ്പോൾ ഗവൺമെൻറ്റിന് ഇതിൽ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത് സംബന്ധിച്ച മറുപടി. ഈ മറുപടിയോടുകൂടി E20 പെട്രോളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യങ്ങളിൽ മേലുള്ള ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ് ഈ മറുപടി. എത്തനോൾ ഉൽപാദനത്തിനായി കരിമ്പ്, ചോളം, അരി തുടങ്ങിയ ഭക്ഷ്യവിളകൾ വൻതോതിൽ ഉപയോഗിക്കുന്നത് ഭാവിയിൽ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുമോ എന്ന സംശയം പരിസ്ഥിതി സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട്. കരിമ്പ് അധികമായി കൃഷി ചെയ്യുന്നതിന് വൻതോതിൽ ജലം ആവശ്യമാണ്. ഇത് ഭൂഗർഭ ജലനിരപ്പ് താഴാൻ ഇടയാകും. ഇന്ധന ആവശ്യത്തിനായി ധാന്യങ്ങൾ തിരിച്ചുവിടുമ്പോൾ സാധാരണക്കാരുടെ ഭക്ഷണ ആവശ്യങ്ങൾക്കുള്ള ധാന്യങ്ങൾക്ക് ക്ഷാമം അനുഭവപ്പെടുവാനും വില വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. E20 നയം സൃഷ്ടിക്കുന്ന നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെയും വാഹന ഉടമകളുടെയും ആശങ്കകൾ പരിഹരിക്കുവാൻ സർക്കാരും വ്യവസായ മേഖലയും ചില അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, സമാന്തര ഇന്ധന വിതരണം. പഴയ വാഹനങ്ങൾക്കായി കുറഞ്ഞപക്ഷം പ്രധാന നഗരങ്ങളിലെങ്കിലും E10 അല്ലെങ്കിൽ പെട്രോൾ ലഭ്യമാകുന്ന പ്രത്യേക പമ്പുകളോ ഇന്ധന ഡിസ്പെൻസറുകളോ സജ്ജമാക്കുക. രണ്ടാമതായി, അഡിക്റ്റീവുകളും വിപണി പരിഹാരങ്ങളും. എത്തനോളിന്റെ തുരുമ്പെടുക്കലും ഈർപ്പവും തടയുന്ന പ്രത്യേക ഫ്യൂവൽ അഡിക്റ്റീവുകൾ വിപണിയിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുക. പഴയ വാഹനങ്ങളുടെ ഫ്യൂവൽ പൈപ്പുകളും സീലുകളും മാറ്റി സ്ഥാപിക്കുവാനുള്ള കുറഞ്ഞ ചെലവിലുള്ള സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊന്ന്, വിലയിളവ് നൽകുക. എത്തനോൾ അധിഷ്ഠിത ഇന്ധനങ്ങൾക്ക് നികുതി ഇളവ് നൽകി സാധാരണ പെട്രോളിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് E20 വിൽക്കുവാൻ തയ്യാറാക്കുക. ഇത് മൈലേജ് കുറയുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്തുവാൻ ഉപഭോക്താവിനെ സഹായിക്കും. അതോടൊപ്പം പെട്രോൾ പമ്പുകളിൽ E20യെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളും ഏതെല്ലാം വാഹനങ്ങൾക്ക് ഇത് അനുയോജ്യമാണെന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും നൽകണം. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും ഹരിത വികസനത്തിനും E20 പെട്രോൾ നയം ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുവാനും
കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുവാനും ഇതിലൂടെ സാധിക്കും. എന്നാൽ ഒരു നയം നടപ്പിലാക്കുമ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് വാഹന ഉടമകളുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാണാതെ പോകരുത്. പഴയ വാഹനങ്ങൾക്ക് സംഭവിക്കാവുന്ന കേടുപാടുകൾ, മൈലേജിലെ കുറവ്, ന്യായമായ വിലനിർണ്ണയമില്ലായ്മ എന്നിവ ജനങ്ങളിൽ അമർഷമുണ്ടാക്കുന്നുണ്ട്. ഹരിത സാങ്കേതിക വിദ്യകളിലേക്കുള്ള മാറ്റം പെട്ടെന്നുള്ള അടിച്ചേൽപ്പിക്കലാവരുത്. മറിച്ച് ഉപഭോക്താവിന് സുഗമമായി ഉൾക്കൊള്ളുവാൻ കഴിയുന്ന പഠനവിധേയവും പടിപടിയായുള്ളതുമായ പരിവർത്തനമായിരിക്കണം. സാങ്കേതികതയും ഉപഭോക്തൃ സംരക്ഷണവും കൈകോർത്തു പോകുമ്പോൾ മാത്രമേ E20 പെട്രോൾ നയം പൂർണ്ണമായ അർത്ഥത്തിൽ വിജയകരമാകൂ.